السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും ആദരവും നിറഞ്ഞ അധ്യക്ഷന്മാർ, അതേപോലെ ബഹുമാനം നിറഞ്ഞ ഗുരുനാഥന്മാർ, അതേപോലെ സഹപാഠി മിത്രർ, സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശവുമായി കടന്നു വന്ന പുണ്യപ്രവാചകന്റെ 1500-ാം വർഷത്തിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എനിക്ക് സംസാരിക്കാൻ ലഭിച്ച ഈ അവസരത്തിൽ ഞാൻ അതീവ സന്തോഷവാനാണ്. ലോകമെമ്പാടും പ്രവാചക പ്രകീർത്തനങ്ങൾ കൊണ്ട് ആഘോഷിക്കുന്ന പ്രകടനത്തിലാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പുരോചലിച്ച പ്രഭയെ മായാതെ ബഹുമാനിച്ചു വെക്കുകയാണ്. എന്നും ജനങ്ങൾ ഇതിന്റെ മുഴുവനും മാർഗദർശികളും അത് പ്രഗത്ഭരായ സ്വഹാബത്തുൽ കിറാമാണ്. പ്രഗത്ഭരായ സ്വഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം, അവർക്ക് ഏറ്റവും ഇഷ്ടമെന്ന് വെച്ചാൽ അത് പുണ്യ പ്രവാചകന്റെ ജന്മദിനമായിരുന്നു. പുണ്യ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വരുന്ന സമയത്ത് മദീനയിലുള്ള മുഴുവനും ജനങ്ങൾ, അതിലെ സ്ത്രീകളും കുട്ടികളും ചെറിയവരും വലിയവരുമുണ്ട്, അവർ അവരുടെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി വന്നുകൊണ്ട് പുണ്യ പ്രവാചകനെ സ്വീകരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ജയ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മുദ്രാവാക്യത്തോടെ കൂടി സ്വീകരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് സ്ത്രീകളും കുട്ടികളും ത്വാല അൽ ബദ്റു അലൈന എന്ന മധു പ്രകീർത്തനങ്ങൾ കൊണ്ട് സ്വീകരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് ബനു നജ്ജാർ ഗോത്രക്കാർ ദഫ് മുട്ടുന്നു. നഹ്നു ജിവാറും മിൻ ബനി നജ്ജാരി യഹബ്ബദ മുഹമ്മദു മിൻ ജാരി. നമ്മൾക്ക് എന്ത് ആഹ്ലാദമാണ്, നമ്മുടെ നാട്ടിലേക്ക് പുണ്യ പ്രവാചകൻ ആഗതമായല്ലോ എന്ന് നമ്മൾ പുണ്യ പ്രവാചകനെ സ്വീകരിച്ചല്ലോ. സുബ്ഹാനല്ലാഹ്, മദീനക്കാരുടെ ഭാഗ്യം എത്രയാണ്. അവർ നേരിട്ട് സ്വീകരിക്കുന്നു, നേരിട്ട് ദഫ് മുട്ടുന്നു, നേരിട്ട് മധു ചൊല്ലുന്നു. അതുകൊണ്ടാണ് പുണ്യ പ്രവാചകൻ പറഞ്ഞത്, ഹുബ്ബുൽ അൻസാരി മിനൽ ഈമാൻ. നിങ്ങൾക്ക് ഈമാൻ വേണോ, മദീനക്കാരെ സ്നേഹിച്ചോ, അവർ ചെയ്ത പോലെ നിങ്ങൾ ചെയ്തോ. അതുകൊണ്ടാണ് അല്ലയോ പ്രവാചകരെ, അങ്ങ് എത്ര വലിയ സ്ഥാനത്തിലാണ്. അങ്ങയുടെ ഔദാര്യമില്ലാതെ പാവപ്പെട്ട എനിക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. അല്ലയോ നേതാവായ പുണ്യ റസൂൽ, എല്ലാ സന്ദർഭങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താൻ അങ്ങല്ലാതില്ല എന്ന് മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പാടിയത് അത് മുത്തുനബിയുടെ അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ടാണ്. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് പുണ്യ പ്രവാചകന്റെ സ്നേഹം കൊണ്ട് ഒരു വയസ്സായ സ്ത്രീ ചെറിയ ചട്ടക്കുടിയിൽ ഇരുന്നു കൊണ്ട് ചെറിയ വിളക്കത്തിച്ചു കൊണ്ട് പുണ്യ പ്രവാചകന്റെ മധു പാടുന്നു. അലാ മുഹമ്മദിൻ സലാത്തുൽ അബ്റാർ സല്ലല്ലാഹു അലൈഹി ത്വയ്യിബുൽ അഖ്റാർ. അല്ലയ തങ്ങളെ, അങ്ങ് എത്ര വലിയ സ്ഥാനത്തിലാണ്. ലോകത്തിലുള്ള സർവ്വ വിശ്വാസികളും തങ്ങളെ ഓർക്കാത്ത ഒറ്റ ഒരു ദിവസങ്ങൾ ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് പുണ്യ പ്രവാചകന്റെ ജന്മദിനം സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾക്ക് സ്നേഹിക്കാനുള്ള ഒരേ ഒരു പ്രവാചകൻ, അത് അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആധുനിക ഉപകരണങ്ങൾ കൊണ്ട് അനാവശ്യമായ സമയം ചെലവഴിക്കുന്ന യുവസമൂഹങ്ങളെ നമ്മൾ പുണ്യ പ്രവാചകനിലേക്ക് മടങ്ങണമെന്നുള്ള വാർത്തത്തോടു കൂടി എന്റെ വാക്കിൽ ഞാൻ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.